സ്ത്രീ സംരംഭങ്ങൾ ഉയരട്ടെ, അവർക്ക് കരുത്തു പകരാൻ നമ്മളെ കൊണ്ടാകുന്നതെല്ലാം നാം ചെയ്യണം. ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും. ചിന്തിക്കുന്നവർക്ക് എളിയ നിലയിലാണെങ്കിലും സംരംഭം ആരംഭിക്കാം. പക്ഷെ മുന്നോട്ടെങ്ങനെ പോകുമെന്ന ചിന്തയിൽ പല സംരംഭ ആശയങ്ങളും വഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് കണ്ടുവരാറുള്ളത്. പണമാണ് ഇത്തരം സംരംഭങ്ങളെ പ്രധാനമായും വലിഞ്ഞു മുറുക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിലാണ്. 5 സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഈ കാണുന്ന എല്ലാം. വസ്ത്രങ്ങളുണ്ട്, ആഭരണങ്ങളുണ്ട്, ഭക്ഷണങ്ങളുണ്ട്. എന്തായാലും ഈ സംരംഭം കൂട്ടായ്മയുടെ ആളുകൾ നമ്മുടെ ഒപ്പമുണ്ട്. എന്തായാലും അവരുടെ അടുത്ത് ചോദിക്കാം ഇതിനുള്ള പ്രചോദനം എന്തായിരുന്നു. നിരവധി സ്ത്രീകളാണ് സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടി രംഗത്തുള്ളത്. പക്ഷേ സാമ്പത്തികമായിട്ടും വീട്ടിലെ പ്രയാസങ്ങളും മറ്റുള്ളതുകൊണ്ട് അവർ സംരംഭങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണ്, ഒരു മാതൃകയാണ് ഇന്ന് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയിട്ടുള്ള വേവ്സ് എക്സ്പോ 2026 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇവിടെ. എന്തായാലും അവരിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. സ്ത്രീകളുടെ കൂട്ടായ്മയോട് കൂടി ഇതിനൊരു സംരംഭം തുടങ്ങുക, അത് ഇത്ര വിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതും. എന്തായാലും പേരെന്താ? എൻ്റെ പേര് ജോളി. എങ്ങനെയാണ് ഈ സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നത്? ഞങ്ങൾ 5 പേരും FB കണ്ടുമുട്ടിയ ഫ്രണ്ട്സാണ്. ഫേസ്ബുക്ക് വഴി കണ്ടുമുട്ടിയതാണ്. അത് അങ്ങനെ പരിചയപ്പെട്ടു. എല്ലാവരും ബിസിനസ് ചെയ്യുകയാണ്. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഇവര് സജീവമായിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ ഷോപ്പുകളായിട്ട് നടത്തുന്നുണ്ട്. ഓൺലൈനായിട്ട് രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. അതൊന്ന് കോഡീകരിച്ചിട്ട് ഇതുപോലെ വിപുലമാക്കി. അതെ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ത്രീകളെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്താന്നുള്ളൊരു ഐഡിയ. ഞങ്ങൾ പല എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വയം നമ്മൾ തന്നെ ഒരു തുടങ്ങാവുന്നൊരു ആഗ്രഹം ഉണ്ടായി. അത് അങ്ങനെ ഒരു 50ഓളം സ്ത്രീ സംരംഭകർ ഇപ്പോൾ ഇതില് പങ്കെടുക്കുന്നുണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് ആണോ അല്ലെങ്കിൽ നിങ്ങള്? കൂടുതൽ ഹാൻഡ് മെയ്ഡ് ആണ്. മാലകളും ബ്രേസ്ലെറ്റ് ഹാൻഡ് മെയ്ഡ് ആണ്. സോഷ്യൽ മീഡിയ വഴി തന്നെ പരിചയപ്പെട്ടത് തന്നെയാണ്. അതെ. നേരത്തെ ഇതിനു മുമ്പ് ഇതുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? മുമ്പ് ചെയ്യുന്നുണ്ട്, എക്സിബിഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം മാലകള് നല്ല വ്യത്യസ്തമായിട്ടുള്ള കളറുള്ള കമ്മല്, മാല, എന്തായാലും സ്ത്രീകൾക്കുള്ള എല്ലാണ്ട് കുട്ടികൾക്കുള്ളതുണ്ട്. അടുത്ത നമുക്ക് ആളിലേക്ക് പോവാം. ഇവിടെയും ഇത് തന്നെയാണ് അല്ലേ? ഹാൻഡ് ക്രാഫ്റ്റഡ് ആണല്ലോ. നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതാണ്? ജയ്പൂരിൽ ആർട്ടിസൻസ് ചെയ്യുന്നതാണ്. എല്ലാം കൈകൊണ്ട് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. കുറച്ചുകൂടി നോർത്ത് സ്റ്റൈലാണ്, നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലും കണ്ടുവരുന്ന സ്റ്റൈലാണ്. നമ്മുടെ ജിമിക്ക് പണ്ടത്തെ വയസ്സായിട്ടുള്ള ആളുകൾ വരുന്ന ജിമിക്കുകളാണ്. അതുപോലെ തന്നെ ഐറ്റംസ് ആണ് കൂടുതലും. പിന്നെ ഗ്ലാസ് ബാംഗിൾസ് ഉണ്ട്, ഇതൊക്കെ അവിടെ ചെയ്യിക്കുന്ന. ഇതൊക്കെ കൈകൊണ്ട് തന്നെ ഫുൾ ഗ്ലാസ് ആണല്ലേ? ഇത് എല്ലാം ബ്രാസ് ആണ്, സിൽവറിന്റെ ഒക്കെ ബ്രാസ് ആണ്. പല ഐറ്റംസ്. എറണാകുളം അല്ല, മലപ്പുറം ഉണ്ട്, പിന്നെ എവിടെയാണ്, തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്, കോയമ്പത്തൂരുണ്ട്, പിന്നെ നമ്മുടെ നാഗർകോവിൽ നിന്ന് വരുന്ന അതെ. കേരളത്തിലെ ഒട്ടാകെ എല്ലാ ജില്ലകളിൽ നിന്ന് തന്നെ ആളുകളൊക്കെ. കൂടുതലായിട്ട് ക്ലോത്തിങ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. പിന്നെ അതുപോലെ കോസ്മെറ്റിക്സ്, പിന്നെ എന്താ പറയുന്ന, പിന്നെന്താ ഐറ്റംസ്, ഫുഡ് അവര് തന്നെ. അതെ, നാടൻ ഇല്ല, നല്ല നല്ല അച്ചാറുകൾ, നല്ല നല്ല അച്ചാറുകളും, അതെ, എല്ലാ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അച്ചാറുകളും. പിന്നെ ഫുഡ് സ്റ്റോളുകളും ഇപ്പൊ നമ്മൾ ലൈവ് ഫുഡും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് മെറ്റീരിയൽ ഏതാ? ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ സ്വന്തമായിട്ട് കോയമ്പത്തൂർ ഉണ്ടല്ലേ? അവിടുന്ന് കൊണ്ടുവരും. ഹോൾസെയിലുണ്ട്. ഇത് പണ്ടത്തെ കുപ്പി വളമാല അതൊക്കെ അല്ലേ? ഇത് ഡെയിലി വെയർ ആയിട്ടുള്ള, ഇതെല്ലാം ഡെയിലി വെയർ ആണ്, പണ്ടത്തതല്ല. ആന്റി ടെർണിഷ് ഈ ഇടയില് ഫേമസ് ആയ സാധനമാണ്. ഡെയിലി യൂസ് ആണ്, സ്വർണ്ണത്തിന് വേറെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റങ്ങളും ഉണ്ട്. സ്വർണ്ണത്തിന് വില കൂടിയപ്പോ ഇത് സ്വർണ്ണം പോലെ ഉപയോഗിക്കാം. ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ ഇതാണ് നല്ല മൂവിംഗ് ഉള്ള സാധനമാണ് ഇതെല്ലാം. ഇത് ഓൺലൈനിലും പർച്ചേസിംഗ് ഉണ്ടോ? ഓൺലൈൻ ഇൻസ്റ്റ പേജ് ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. പേരുകൂടി പറഞ്ഞു. ഇൻസ്റ്റയുടെ നെയിം ഷീസ് ഫണ്ടർ എന്നാണ്. എൻ്റെ പേര് രാജി. താങ്ക് യു.
ഇതെങ്ങനെയാ? എൻ്റെ പേര് ജസ്ന. ബ്രാൻഡിന്റെ പേര് ഹോയ ക്ലോത്തിങ് എന്നാണ്. നമുക്ക് 2 പീസ് ഉണ്ട്, കോഡ് സെറ്റ് ആണ് മെയിനായിട്ട്, പിന്നെ 3 പീസ് ഉണ്ട്, പിന്നെ നമുക്ക് ഷോർട്ട് കുർത്തീസ് അവൈലബിൾ ആണ്. പ്യുവർ ഹാൻഡ് ബോക്സിൻ്റെ ആയിട്ടുള്ള ജയ്പൂരി ഷോർട്ട് കുർത്തീസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പുതിയ മെറ്റീരിയലാണ് ഇത്, റിഗ് സിൽക്ക് എന്ന് പറയും. ഇതിൻ്റെ അത് കുർത്തിയാണ് വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് എക്സിബിഷൻസിന് മാത്രമായിട്ട് ഇയറിങ്സും ഉണ്ട്. കയ്യിൽ പണമെടുക്കാൻ ഇല്ലെങ്കിൽ എന്താ, സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങാൻ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. സോഷ്യൽ മീഡിയ വഴി ഓൺലൈനായും ഓഫ്ലൈനായും വിൽപ്പന നടത്താം. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട 5 അംഗ സംഘമാണ് വേവ്സ് എക്സ്പോ 2026 തൃക്കാക്കര മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത്. ഡോൺ ഡിസൈൻ എന്നാണ് എൻ്റെ ബുട്ടിക്കിൻ്റെ പേര്. പള്ളിക്കരയാണ് എൻ്റെ ബുട്ടിക്ക്. ഞാൻ ക്ലോത്തിങ് ആണ്, നോൺ സ്റ്റിച്ച് മെറ്റീരിയൽ ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിക്കിൾസ് ഐറ്റം, പിന്നെ എനർജി ബോൾസ്, സാമ്പാർ പൗഡർ, ചട്ടി പൗഡർ, അങ്ങനെ ഐറ്റംസ് ആണ്. നാളെ ഞാൻ ഫുഡ് കോർട്ടാണ് ചെയ്യുന്നത്. അതിൽ ബിരിയാണി. അതെ അതെ അതെ, സ്വന്തം ചെയ്യുന്നു. ഉണ്ട്. എല്ലാം ഉണ്ട്. നോൺ വെജ് ആയിട്ട് ഫിഷ്, പ്രോൺസ്, ബീഫ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ബീഫ്, ചട്നി പൗഡർ, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള നാരങ്ങ, ഈത്തപ്പഴം, അങ്ങനെയുള്ള നാരങ്ങ, മാംഗോ, ഗാർലിക്. ഞങ്ങള് നേപ്പാളിൽ നിന്ന് ഇതൊക്കെ കളക്ട് ചെയ്യണം. എല്ലാ രൂപങ്ങളും ഉണ്ടല്ലേ? ഒട്ടുമിക്കതുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഓൾഡ് കറൻസീസും പിന്നെ ഓൾഡ് ഈ ചില്ലറകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ ഇതൊക്കെ ഈ റേറ്റിൽ തന്നെയാണ് കൊടുക്കണം, അല്ലെങ്കിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും? ആവശ്യക്കാരുടെ മൂല്യം അനുസരിച്ചിട്ടാണ് റേറ്റ്? 20 രൂപക്ക് 40 രൂപ അല്ലേ? അതിനകത്ത് തന്നെ പല വെറൈറ്റി ഉണ്ട്. സ്റ്റാർ ഉള്ളതൊക്കെയുണ്ട്. ഇതൊക്കെ നമുക്ക് റയറായിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ് നിങ്ങൾ വാങ്ങിച്ചത് അല്ലേ? പഴയ 50 തൊട്ട്. പഴയ 1000 ഇപ്പൊ കൊടുക്കാമോ? അതൊരു കൗതുകത്തിന് വെച്ചാണല്ലേ? നമ്മുടെ ഇന്ത്യൻ കോയിൻസ് അല്ലേ? അതെ, നയാ പൈസ ഇല്ല കയ്യിൽ നിന്ന് പാട്ടിന്റെ ഇതാണല്ലേ? ഇതൊക്കെ ഇന്ത്യൻ കോയിനുകളല്ലേ? ഇതൊക്കെ ഇപ്പൊ ലൈവ് ഉള്ള നോട്ടുകളാണോ അതെല്ലാം? ശ്രീലങ്കയുടെ പഴയ സിലോൺ ആയിരുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ ഇത് സിംബാബ്വേയുടെ വലിയ ഡിനോമിനേഷനുള്ള നോട്ടാണ്. അതല്ല ഏകദേശം എല്ലാ രാജ്യങ്ങളുടെയും ഉണ്ടല്ലേ? എല്ലാ മിക്ക രാജ്യങ്ങളുടെയും ഉണ്ട്. ഇതൊക്കെ എവിടെ നിങ്ങൾ കളക്ട് ചെയ്യണേ? ഇത് നമ്മള് ഇതുപോലെ ന്യൂമിസ്മാറ്റിക്സിന്റെ എക്സിബിഷന് പോകുമ്പോഴും, പിന്നെ ബ്രദറാണ് ഇത് ചെയ്യുന്നത് കൂടുതൽ. എൻ്റെ വീട് ചേർത്തലയാണ്. എൻ്റെ പേര് ജോളി എന്നാണ്. എൻ്റെ ബ്രാൻഡിൻ്റെ നെയിം എത്തിക്സ് ദി യൂണീക് കളക്ഷൻസ് എന്നാണ്. നമ്മൾ ചുരിദാർ മെറ്റീരിയൽ സെറ്റ്, പിന്നെ അതുപോലെ തന്നെ കുർത്തി ടോപ്പുകൾ, പിന്നെ ജെൻസ് വെയർ, ലേഡീസ് വെയറിൻ്റെയൊക്കെ ഷോപ്പായിട്ടും ഓൺലൈനായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, ഇതുപോലെ തുടങ്ങിയിട്ട് 2 വർഷമായി. അത്യാവശ്യം സെയിലുണ്ട്, സെയിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം ഇല്ല, സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക, ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ടല്ലോ. അതെ അതെ, കുഴപ്പമൊന്നുമില്ല. അതെ അതെ, സ്ത്രീകൾ എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് ആഗ്രഹം. കാര്യം ഒരു സ്വന്തം നിലയ്ക്ക് അവരവരുടെ കയ്യിലൊരു പൈസ ഉണ്ടാകാന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തിനും ആശ്രയിക്കാന്ന് പറയുമ്പോൾ അത് അതിനേലും. അതെ അതെ, ഹസ്ബൻഡിനും ബിസിനസ് ആണ്. പിന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ ഇപ്പൊ സ്വയം ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നു. അങ്ങനെ. അതെ അതെ. അല്ല, നമ്മള് സ്വന്തമായിട്ട് ചെയ്യുന്നതും ഉണ്ട്, നമുക്ക് കസ്റ്റമൈസേഷനും ഉണ്ട്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് അതങ്ങനെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. സിനോഷർ എന്നാണ് എൻ്റെ ബ്രാൻഡിന്റെ പേര്. ഞാൻ ചേർത്തലെന്നാണ്. അതെ അതെ അതെ. ഹായ്, ഞാൻ അശ്വതി. ഞങ്ങളുടെ ബ്രാൻഡ് അങ്കണം ഇറ്റ്സ് എ സാരി ബൊട്ടീക്കാണ്. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് കൊടുക്കുന്ന കളക്ഷൻസ് ആണ്. നമ്മൾ നോർത്ത് കൊൽക്കത്തയിൽ നിന്ന്, അതേമാതിരി മഹേശ്വർ, ജയ്പൂർ,
ഇവിടുന്ന് എല്ലാം നമ്മൾ അവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സാരീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മുടെ ഒരു വിഷൻ അങ്ങനെയാണ്, എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും അതായത് സ്റ്റേറ്റിന്റെ സാരികൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ഡിസൈനർ സാരീസും നമുക്കുണ്ട്. നമ്മൾ ജസ്റ്റ് 2 months ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായി. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പം ഡിസൈനേഴ്സും നമ്മൾ അങ്ങനത്തെ ഫങ്ഷണൽ വെയേഴ്സും ഉണ്ട്. എന്നാൽ കാഷ്വൽ വെയേഴ്സ് വേണ്ടവർക്ക് കാഷ്വൽ ആയിട്ടുള്ള മൾ കോട്ടൺസ് ഉണ്ട്, അതേമാതിരി ടീച്ചേഴ്സിന് അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ആൻഡ് ഫങ്ഷണൽ വെയർ ആയിട്ടുള്ള പ്യുവർ മഹേശ്വരി വിത്ത് ഹാൻഡ്ലൂം മാർക്കുള്ള ടൈപ്പും ഉണ്ട് നമ്മുടെ. മെയിൻലി നമ്മൾ കസ്റ്റമൈസേഷൻ ആണ് ചെയ്യുന്നത്. ആലിഞ്ചോടാണ് നമ്മുടെ ബുട്ടീക്ക് വരുന്നത്. സോ കസ്റ്റമൈസേഷൻ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സൽവാർ സെറ്റുകൾ, സാരി കളക്ഷൻസും ഇതെല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണ്. എൻ്റെ പേര് ഷീബ എന്നാണ്. ഫേമിൻ്റെ പേര് ഷീബാസ് കാക്ടി എന്നാണ്. ഇത് കാക്ടസ് ആൻഡ് സെക്കുലൻറ്റ് വിത്ത് സെറാമിക് പോട്ടാണ്. വീടിൻ്റെ അകത്തും ഓഫീസുകളിലും എല്ലാം വയ്ക്കാൻ പറ്റിയ മോഡലാണ്. പിന്നെ അതിന് മെയിൻ്റനൻസ് കുറവാണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ള ജീവിത സ്റ്റൈലിലേക്ക് ബിസി ലൈഫല്ലേ, അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേകതരം പ്ലാന്റ്സാണിത്. 199 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. 5 വർഷമായ പ്ലാന്റ്സുകൾ വരെ ഉണ്ട്. വലിയ വലിയ പ്ലാന്റ്സുകൾ ഫ്രണ്ട് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് വീട് അടച്ചിട്ടിട്ട് പോയാലും ഞാൻ പുറത്തുനിന്ന് വരുത്തുന്നതാണ്. പൂനെന്നുണ്ട്, അങ്ങനെ പലയിടത്തുനിന്നായിട്ട് വരുത്തുന്നതാണ്. തിരൂരിൽ നിന്നാണ് വരുന്നത്, മലപ്പുറം ജില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പൊടികൾ, അച്ചാറുകൾ, സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസുകളാണ് ചെയ്യുന്നത്. മസാലിഹ എന്നാണ് നമ്മുടെ ബ്രാൻഡ് നെയിം. ആദ്യം നന്മ ഫുഡ് ആയിരുന്നു, അത് നമ്മളിപ്പോൾ ഒന്ന് ബ്രാൻഡ് ചെയ്തപ്പോൾ മസാലിഹ ഫുഡ്സ് ആയിട്ടുണ്ട്. എൻ്റെ പേര് ജുമൈലത്ത് എന്നാണ്. ഞാനിവിടെ എടപ്പള്ളി അഞ്ചുമനയിൽ ഷോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ആയിഷ എന്നുള്ള ബ്രാൻഡിൽ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ചെയ്യുന്നവരുടെ സബ് വർക്ക് എടുത്തിട്ട് അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഷോപ്പ് മാമംഗലം കാട്ടിപ്പറമ്പിൽ സ്റ്റിച്ചിങ്ങും ഉണ്ട്. എൻ്റെ പേര് ശ്രീന. ഞാൻ ബേസിക്കലി ഒരു ടീച്ചറായിരുന്നു 10 yearsോളം. പക്ഷേ ഇത് എൻ്റെ ഒരു വലിയ പാഷനാണ്, ജ്വല്ലറി ആൻഡ് കോട്ടൺ ഡ്രസ്സസ്. സോ അങ്ങനെ ടീച്ചിങ് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ബ്രാൻഡ് നെയിം ദ ബൊഗീൻ വില്ല ബൊട്ടീക്ക് എന്നാണ്. എൻ്റെ കയ്യിലുള്ള എൻ്റെ പ്രോഡക്ട്സ് പ്യുവർ ഓക്സിഡൈസ് ജ്വല്ലറി, ലൈക്ക് ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിലുള്ളതും ഉണ്ട്. പിന്നെ അതേപോലെ പ്യുവർ കോട്ടൺ ഡ്രസ്സസ് അതിൽ സ്റ്റിച്ച്ഡ് ഉണ്ട്. പിന്നെ ഹാൻഡ് പിക്ഡ് കളക്ഷൻസും ഉണ്ട്. സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയായപ്പോ ഇത് നല്ല കച്ചവടം ഉണ്ടാവൂലേ? അതെ. ഞാൻ തുടങ്ങിയിട്ട് 2016 തുടങ്ങിയതാണ്. മംഗലാപുരത്തായിരുന്നു ഞാൻ. മംഗലാപുരത്ത് ഞാൻ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയും ചെയ്യേണ്ട, ഓക്സിഡൈസ് സിൽവർ എല്ലാം ചെയ്യേണ്ട. അവിടെ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോവായിരുന്നു. പിന്നെ എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത് ഇത് ഞാൻ ബ്ലാക്ക് മെറ്റൽ വാങ്ങി പോളിഷ് ചെയ്യിപ്പിക്കുന്നതാണ്, ചെയ്യിക്കുന്നതാണ്. ബ്രാൻഡിന്റെ പേര് LGS ക്രിയേഷൻസ് ആണ്. അതെ. ശ്രീ LGS ക്രിയേഷൻസ് എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിലാണ്. മനസ്സിൽ വലിയൊരു ആഗ്രഹം നിങ്ങൾ എക്സ്പോ തുടങ്ങണമെന്നുള്ളതല്ലേ? എല്ലാവർക്കും കൂടെ അതിന് ഞങ്ങൾ 5 സ്ത്രീകളാണ്. അപ്പോൾ അതുപോലെ എല്ലാ കുറച്ച് സ്ത്രീകളെ ഇതുപോലെ സ്വയം ചെയ്യാനായിട്ട് താല്പര്യമുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു എക്സ്പോ നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിന്റെ അതെ. പിന്നെ 2 ദിവസത്തെ എക്സ്പോ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക.